അമേരിക്കയും ഇസ്രായേലും ഇപ്പം അല്പം അകൽച്ചയിലാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഹമാസിൻ്റെ ഒരു നേതാവിനെ കൊന്നതിന് ശേഷം ഇസ്രായേലിനോട് അമേരിക്ക ഇപ്പോൾ വലിയൊരു വാൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രകോപനം നടത്തൽ അപകടമാണ്, പറയുന്നത് കേൾക്കുക, അതിനനുസരിച്ച് നിൽക്കുക, അല്ലെങ്കിൽ അത് തുറന്നു പറയുക, ഞങ്ങളുടെ പണിക്ക് പോകും എന്ന് പറയുമ്പോൾ കുരുത്തം കെട്ടൊരു കുട്ടിയെ വീട്ടിൽ വളർത്താനുള്ള പടാപ്പാടുണ്ടല്ലോ ഓരോ രക്ഷിതാവ്. ആ അനുഭവമാണ് ഇപ്പോൾ ട്രംപ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭരണം തന്നെ പിടിച്ചു നിർത്തുന്നത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ആഗമനം എന്ന് പാവങ്ങളായിട്ടുള്ള ജൂതന്മാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അവിടെ അങ്ങനെ ഭരണത്തിൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെ തീവ്ര വലതുപക്ഷത്തിൻ്റെ ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കൽ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യ ഘടകമാണ്, അഥവാ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോയി തോണ്ടുന്നതും. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുമ്പോൾ വല്ലച്ചനായിട്ടുള്ള അമേരിക്ക വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ രമ്യമായി പരിഹരിച്ച് വീണ്ടും വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. പക്ഷെ അവിടെയൊന്നും നിൽക്കൂല. കാരണം അങ്ങനെയാണല്ലോ ഒരു ജന്മം തന്നെ ഉണ്ടായത്. ജാരസന്തതിയാണ്, അഥവാ അറബികളെ പറ്റിച്ച് അതോടൊപ്പം തന്നെ അവിടെയുള്ള അറബികളെയൊക്കെ തുരുത്തി ഓടിച്ചിട്ടും കൊന്നിട്ടും തൻ്റെ രാജ്യം ഇവിടെ സഫലീകരിക്കുകയാണെന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ് നെതന്യാഹുവിൻ്റെയും പൂർവ്വ പ്രധാനമന്ത്രിമാരുടെയും ആ ജനതയുടെയും ഒട്ടാകെയുള്ള ഒരു ചരിത്രം നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയുകയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും. സീസ് ഫയർ ഇപ്പോൾ പേരിനാണ് നിലനിൽക്കുന്നുള്ളൂ. കാരണം അവർ ചെയ്യേണ്ട മുഴുവൻ പരാക്രമങ്ങളും ഇപ്പോഴും അഴിച്ചുവിടുന്നുണ്ട്. അതിനിടെയാണ് ഈ അമേരിക്കയുടെ വലിയ ഒരു വാൺ ചെയ്യുന്നത്. വാണിംഗ് കൊടുത്തിട്ടത് ഇങ്ങനെയാണ്: ഇനിയും നിങ്ങൾ പ്രകോപനപരമായിട്ട് ഹമാസിനെയോ മറ്റ് രാജ്യത്തിനെയോ വെല്ലുവിളിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഒരു സഹായവും ഇനി മുതൽ ലഭിക്കില്ല എന്നുള്ളതാണ്. അത് പറയേണ്ടി വന്നത് തന്നെ നെതന്യാഹുവിൻ്റെ ഈ അപക്വമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടാണ്. അതെന്തേ അങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പം അവർക്ക് അവരുടേതായ ഹിതങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ ഇച്ഛകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ മുന്നോട്ട് പോകുന്നത്. അമേരിക്കയാണെങ്കിലോ ഇനിയെങ്കിലും ഒരു ലോക സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. എല്ലാ രാജ്യത്തിനും, ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ കോൺഫ്ലിക്റ്റുകളിലും ഇടപെട്ടുകൊണ്ട് രമ്യമായി പരിഹരിച്ച മഹാമനീഷിയാണ് നമ്മൾ അറിയപ്പെടുന്ന ട്രംപ്. ആ ട്രംപാണ് ഇപ്പോൾ ഇവിടെയും വന്നിട്ട് പറയുന്നത്, തൊടല്ല, മിണ്ടല്ല, തൽക്കാലം ക്ഷമിക്കുക, നമുക്കൊന്നിച്ച് കൂട്ടിക്കൊടുക്കാമെന്ന് അവസാനം പറയുന്നുണ്ടാവും. പക്ഷേ നമ്മളത് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇവരുടെയൊക്കെ ചരിത്രം പഠിച്ചു നോക്കിയാൽ ലോകത്ത് ഇത്രമേൽ കൊലപാതകം നടത്തിയത് മറ്റാരെങ്കിലും ഉണ്ടാവുമോ? ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, അനുബന്ധമായിട്ടുള്ള കോളനി വൽക്കരണത്തിൻ്റെ ഭാഗമായി ആ രാജ്യത്ത് തന്നെ പോയിട്ട് പഴയ ആളുകളെ, പൂർവികരായിട്ടുള്ള അവിടുത്തെ ആദിവാസികൾ, അമേരിക്കയിലെ ആദിവാസികളെ കൊന്നൊടുക്കിയത് ഒരു അഡ്രസ്സും ഇല്ല. കൊലകളുടെ മുന്നിൽ നമ്പർ 1 പട്ടികയിൽ വരുന്ന നമ്പർ 1 പേരാണ് ഇവരുടെ മതമായിട്ടുള്ള ക്രിസ്ത്യാനിസം. അവിടെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ടാണ് ലോകം മുസ്ലിങ്ങളെ ഒരു അച്ചതണ്ടിൽ കെട്ടിയിട്ട് അവരൊക്കെ ഭീകരവാദികളാണെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ചരിത്രം പഠിക്കാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന പുസ്തകം ഓൾറെഡി ഉണ്ടല്ലോ, ഒന്ന് പഠിച്ചു നോക്കും. അവിടെ ഈ നെതന്യാഹുവും നടത്തിക്കൊണ്ടിരിക്കുന്ന നായാട്ടാണ്. കാരണം പാവങ്ങളായിട്ടുള്ള ഈ ഗസയിലുള്ള ആളുകളെ തുരുത്തി പായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നെതന്യാഹുവിന് കിട്ടിയൊരു ചാൻസ് അവിടത്തെയുള്ള വലതുപക്ഷ രാഷ്ട്രീയക്കാർക്കിടയിൽ ഒന്നും ഞെളിയാൻ വേണ്ടിയിട്ട് ഹമാസിൻ്റെ വലിയ ഒരു നേതാവിനെ കൊന്നുകളഞ്ഞു. പക്ഷേ ഹമാസ് ഇത്രയും നാൾ, ഈ സമയം വരെ അത് അംഗീകരിച്ചിട്ടില്ല. അവിടെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടിയും ആഴത്തിൽ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നെതന്യാഹു ഇതൊക്കെ വിളിച്ചു പറയുന്നത് മറ്റ് ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാനാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു മറച്ചുവെക്കൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഹമാസിൻ്റെ ഏറ്റവും വലിയ ടണലുകൾ എന്നൊക്കെ പറഞ്ഞ് തേടിപ്പോയ ഏതാനും IDF അഥവാ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ആളുകൾ, ഒരു ട്രൂപ്പ് തന്നെ അവരുടെ ആ ടണലുകൾക്കുള്ളിൽ വെച്ച് നാമാവിശേഷമായി പോകുന്നുണ്ട്. അവിടെ കുഴിച്ചിട്ട്, അഥവാ ആ ടണൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഹമാസ് തന്നെ കുഴിച്ചിട്ടിട്ടുള്ള ആ കുഴി ബോംബുകൾ അപ്രതീക്ഷിതമായി പൊട്ടുകയും അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ജവാന്മാർ മരണമടയുകയും ചെയ്ത വലിയ ഒരു കുപ്രസിദ്ധിയായിട്ടുള്ള ഒരു ചരിത്രം ഈ അടുത്ത് 2 ദിവസം കൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. അത് മറച്ചു വെക്കാൻ വേണ്ടി കൂടിയാണ് ഈ 2 കാര്യം ചെയ്തത്. ഒന്ന്, ഇസ്രായേലിൻ്റെ ഈ പ്രധാനമന്ത്രിക്ക് ജാമ്യം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന വാർത്ത ഹൈലൈറ്റ് ചെയ്തു. രണ്ടാമത്, ഹമാസിൻ്റെ നേതാവിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുണ്ടായതാണ്, ഇൻ്റർനാഷണൽ ലെവലിലുള്ള കോടതി എല്ലാ അപേക്ഷയും തള്ളിക്കളഞ്ഞില്ല, ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു. പക്ഷേ രണ്ടാമത്തെ കാര്യം, ഹമാസിൻ്റെ നേതാവിനെ കൊന്നു എന്ന് പറയുന്നത് ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തയാണ്. ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്ഥിരീകരണം ഈ സമയം വരെ വന്നിട്ടില്ല
വന്നിട്ടില്ല എന്നുകൂടി ഓർക്കുമ്പം കൃത്യമായി നമുക്ക് പറയാൻ പറ്റും ഈ എല്ലാം ആട്ടിൻ തോലണഞ്ഞിട്ടുള്ള ചെന്നായ്ക്കളാണെന്ന് കൃത്യമായി പറയാൻ പറ്റും. ഇത് തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങളും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് വരുമ്പം നമ്മൾ അവിടെയും പഠിക്കണം. ഇത്തരം കാര്യങ്ങളെക്കാൾ വലിയ ഒരു കാര്യം ഇസ്രായേലിന് ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വരാനിരിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് പ്രഹരശേഷിയുള്ള മിസൈൽ ആവിഷ്കാരങ്ങളൊക്കെ നടത്തി കാത്തിരിക്കുകയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. ഇനി എങ്ങാനും ഒന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇസ്രായേലിനെ നാമാവിശേഷമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് റഷ്യയുടെ പിന്തുണയോടെയും സ്വന്തമായിട്ടും ഇറാൻ വലിയ ശബ്ദത്തിൽ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അതൊന്നും കേട്ടിട്ടേ ഇല്ല എന്ന് മൗനം പാലിക്കുന്ന ഒരാളെയാണ്, അഥവാ ട്രംപിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ലോകക്രമം കൃത്യമായി മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പഴയ ഒരു ലോക പോലീസിൻ്റെ ആ ഒരു ധാർഷ്ട്യമോ ആ ഒരു ഭദ്രതയോ ആ ഒരു സ്റ്റാറ്റസോ ഇപ്പോൾ അമേരിക്കയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞത് വൈകുന്നേരം മാറ്റിപ്പറയുക, നാളെ പറഞ്ഞത് അതിൻ്റെ പിറ്റേന്ന് മാറ്റിപ്പറയുക, ഇങ്ങനൊരു സെറ്റപ്പാണ് ഇപ്പോൾ ട്രംപിനുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ പഴയ രൂപത്തിൽ ഗൗനിക്കാനും മാനിക്കാനും ലോകരാജ്യങ്ങൾക്ക് ഇഷ്ടവുമില്ല. അതിൽ പ്രധാനമായി തോറ്റ ഇടം എന്ന് പറയുന്നത് ഇറാനോടുള്ള ഒരു അറ്റാക്കായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ബോറടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ അർത്ഥത്തിലും വൻകിട ആയുധങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ആയുധങ്ങളുടെ പ്രഹരശേഷി അമ്പേ പരാജയമാണ് എന്നുള്ളത് കഴിഞ്ഞ മാസം നമ്മൾ ജൂൺ മാസം കണ്ടതാണ്. എല്ലാം തകർത്ത് കളയുമെന്ന് പറഞ്ഞിട്ട് ഒന്നും തകരാതെ അവരങ്ങ് തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം അമേരിക്ക അങ്ങേറ്റം ശോഷിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് റഷ്യ തലപൊക്കുന്നത്, ചൈന തലപൊക്കുന്നത്. അവിടേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടി പല പരിപാടികളും ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും അതത്ര കണ്ടിട്ട് ക്ലച്ച് പിടിക്കുന്നില്ല, വിജയിക്കുന്നില്ല. ഇവിടെയാണ് ട്രംപിനെ തളർത്തിക്കളയുന്നത്. ഇനിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ലോകത്ത് ഏറ്റവും വലിയ ഒരു പ്രഹരം വരാനിരിക്കുന്നുണ്ട്. കാരണം അവരുടെ ആ ഒരു വലിയൊരു ഒരു പ്രശ്നം അമേരിക്ക എന്ന് പറയുന്നത് ഒരിക്കലും താഴെ പോകാൻ സാധ്യതയില്ല, അങ്ങനെ പോകാൻ പാടില്ല. അതിനുവേണ്ടി എന്തും ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജപ്പാനിൽ നമ്മൾ കണ്ടത്, ഹിരോഷിമയിൽ നമ്മൾ ആ ആറ്റം ബോംബിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും അമേരിക്ക ഇസ്രായേലിനെ വീണ്ടും താക്കീത് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ താക്കീത് ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരു നുണയനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടു, ആ ഹമാസിൻ്റെ ഒരു വലിയ നേതാവിനെ ഞങ്ങൾ വധിച്ചിരിക്കുന്നു. ആ ഉടനെ തന്നെ പറഞ്ഞു നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു, കൊന്നാളെ കൊന്നിട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയും. ഇതൊരു കോമഡിയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊക്കെ അറിയാം. അവിടെയാണ് ഈ ഒത്തുകളിയുടെ പിന്നാമ്പുറങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നീ അങ്ങനെ ചെയ്തോ, ഞാൻ ഇങ്ങനെ പറഞ്ഞോളാം, അപ്പോൾ ജനങ്ങളങ്ങ് വിഡ്ഢിയായിക്കോളും. സത്യത്തിൽ ആ വിഡ്ഢിത്തം കാണിക്കുന്ന കാലങ്ങളൊക്കെ മറന്നുപോയി അല്ലെങ്കിൽ കഴിഞ്ഞുപോയി എന്ന് മനസ്സിലാക്കണം. ഇനി നെതന്യാഹുവിനെ ഏറ്റവും അവസാനത്തെ തുറങ്കലിലടക്കാനുള്ള എല്ലാ ശ്രമത്തിൻ്റെ ഭാഗമായും ലോക കോടതി പോലും ജാമ്യത്തിന് നിഷേധം കൽപ്പിച്ചിട്ടുള്ള ഈ സാഹചര്യം എടുത്തു പറയേണ്ടതാണ്. ഇവിടെയാണ് മറ്റ് പല രാജ്യങ്ങളും അവരുടെ എന്നേക്കുമായി കാത്തു സൂക്ഷിച്ച ഒരുപാട് കണക്ക് തീർക്കലുകൾ ഇനി നടത്താൻ സാധ്യതയുണ്ട്. ഒന്ന് തുർക്കി, രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിട്ടുള്ള ഇറാൻ, അതും അനുബന്ധമായിട്ടുള്ള വെനിസ്വേല. ബന്ധപ്പെട്ട മാർഗങ്ങളിലൂടെ എങ്ങനെയൊക്കെ ക്രൂശിക്കാൻ പറ്റുമോ അതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ക്രൂശിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ളതാണ് പലവിധ എഴുത്തുകാരുകളും എഴുതിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. പുതിയ വിശേഷമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.